രാത്രി 11 മണിയായിരുന്നു. ഞാൻ കാർ ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വിജനമായ റോഡ്, ഇരുവശത്തും ഇരുണ്ട കാടുകൾ, ഗൂഢത നിറഞ്ഞ നിശബ്ദത. കാറിന്റെ മുന്നിൽ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രം. ദൂരെയാന്നും കാണാൻ കഴിയാത്ത വിധം ഇരുട്ട് മൂടിയിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ചേക്കാനായി ഫോണ് എടുത്തു. നെറ്റ് കവറേജ് ഇല്ല. അപ്പോഴാണ് പെട്ടെന്നാര് പൊട്ടിത്തെറി പോലെ കാറിന് മുന്നിൽ വെളിച്ചം തെളിഞ്ഞു. ഒരു പെൺകുട്ടി, വെളുപ്പുള്ള ഉടുപ്പും നീളമുള്ള മുടിയുമായി. മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. അവൾ കാറിന് മുന്നിൽ എന്നെ നോക്കി നിൽക്കും. ഞാൻ പേടിച്ച് ബ്രേക്ക് ചവിട്ടി. ഹൃദയം ഇടിക്കാൻ തുടങ്ങി. ഞാൻ പേടിയോടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവൾ അവിടെ കാണാൻ ഇല്ല. എനിക്ക് തല കറങ്ങി. വളരെ ഭയത്തിൽ ഞാൻ ഗിയർ ഇടാനായി കൈ നീട്ടിയപ്പോൾ അവളുടെ ശബ്ദം കേട്ടു. വണ്ടി വിടരുത്. ആ ശബ്ദം കേട്ടയുടനെ എൻ്റെ ശരീരം വിറപ്പിച്ചു. ആരോ പിറകിലിരുന്ന് ആരോ ചിരിക്കുന്നത് പോലൊരു ശബ്ദം. ഞാൻ പിന്നിലേക്ക് നോക്കി. പിന്നിൽ അവൾ, കണ്ണില്ലാത്ത മുഖം, പല്ലുകളിൽ നിന്ന് രക്തം ഒഴുകുന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പാദങ്ങൾ കുറിയുന്ന പോലെ. ചുറ്റും വെളിച്ചമൊന്നുമില്ല. മിണ്ടാതിരിക്കാൻ പോലും കഴിയാത്ത ഭയം എന്നിൽ ഉണ്ടായി. ഞാൻ നിലവിളിച്ചു. ഒരു ഭീകര ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി. വണ്ടി വിടരുത്. അതിൻ്റെ ശേഷം എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കാർ കാട്ടിനുള്ളിൽ ചിതറിക്കിടക്കുന്നത് പോലീസിന് കണ്ടെത്തുകയായിരുന്നു. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ പെൺകുട്ടി? അറിയില്ല. പിന്നെ 2 ആഴ്ച ആശുപത്രിയിലായിരുന്നു. പിന്നെ ഒരിക്കലും ആ വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല.